ഹലോ എവരിവൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മുടെ ആപ്പിലെ കുട്ടികൾക്ക് ഒരു ഡൗട്ട്, ഈ ലീഗൽ വൊക്കാബുലറി ഒക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ? അതായത് എക്സാമിനേഷന് ലീഗൽ വൊക്കാബുലറി ഒക്കെ ചോദിക്കുമോ എന്നുള്ളത്. സാധാരണഗതിയിൽ ഇംഗ്ലീഷ് സെഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ PSCയുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എഴുതുകയാണ്, അല്ലെങ്കിൽ +2ൻ്റെ ലെവലിലോ 10th ലെവലോ എക്സാമിനേഷൻ, ഇനി പോട്ടെ നിങ്ങൾ SSC എഴുതുകയാണെങ്കിൽ അവിടെ ഒന്നും നമുക്ക് ലീഗൽ വൊക്കാബുലറി വരുന്നില്ല. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഒരുപാട് പേർക്കൊരു ഡൗട്ട്, ഈ ലീഗൽ വൊക്കാബുലറി പഠിക്കണോ എന്നുള്ളത്. പഠിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് പിള്ളേരുണ്ട്, എപ്പോഴും ഡൗട്ടൊക്കെ ചോദിച്ച് എന്നെ കൺഫ്യൂസ് ചെയ്യിക്കാറുണ്ട്. പക്ഷേ ഈ ലീഗൽ വൊക്കാബുലറിയുടെ ഭാഗത്ത് വരുമ്പം അത് വേണോ, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടൊക്കെ പഠിച്ചാൽ പോരെ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണത്തെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങൾക്ക് മനസ്സിലാകും ലീഗൽ വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് റാങ്കിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ PSC നടത്തുന്ന അല്ലെങ്കിൽ SSCയുടെ CGL CHS ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാ പാറ്റേണിലും ഗ്രാമർ വൊക്കാബുലറി ഒരു ബേസിക് പാറ്റേൺ ഉണ്ട്. അത് ഏറെക്കുറെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും ക്രാക്ക് ചെയ്യും. മറ്റുള്ളവർ ക്രാക്ക് ചെയ്യാത്തത് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ടൈം ഒരുപാടുണ്ട് ആണല്ലോ, ടൈം ഒരുപാടുണ്ട്, നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ ടൈം ഇഷ്ടംമാരിയുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. അത് തന്നെ ലീഗൽ വൊക്കാബുലറി ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഡൾ ടോപ്പിക്കാണ് എന്നൊക്കെ ഉള്ളത്. നമ്മളവിടെ പഠിക്കുന്ന പാറ്റേൺ തന്നെ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്ത് വെക്കാവുന്ന പാറ്റേണിലെല്ലാമാണ് അത് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് കൃത്യമായി ഓർത്തിരിക്കുക, അത് കൃത്യമായി റിവൈസ് ചെയ്യുക. എക്സാമിനേഷൻ ടൈം ആകുമ്പോഴേക്കും ആ പാറ്റേണിലെ എല്ലാ വാക്കുകളും നമ്മൾ പഠിച്ചിരിക്കണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ ലീഗൽ വൊക്കാബുലറി നോട്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് പഠിക്കുക. എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ എക്സാമിനേഷൻ ആവുന്ന ടൈമിൽ ഇപ്പോൾ ബ്ലൂ കളേഴ്സ് ആണെങ്കിൽ ഫുള്ള് ബ്ലൂ കളേഴ്സ് നോക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഒരു തവണ ഒരു പേജിൽ തന്നെ ഇപ്പം വേർഡ് ബ്ലൂവിൽ എഴുതുക, മറ്റേത് ബ്ലാക്കിൽ എഴുതുക, പച്ച, നീല, നാട്ടിൽ കിട്ടുന്ന എല്ലാ കളേഴ്സും യൂസ് ചെയ്യുക. എന്താ ഗുണമെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. നിങ്ങൾക്കിത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ PDF ഫോമാറ്റ് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷന് വന്ന ചോദ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വെറുതെ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ എഴുതുക എന്നുള്ളതല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. എങ്ങനെ നമുക്ക് പഠിക്കാം, എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പാറ്റേൺ ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് പാരാജംബിൾസ്, ഷഫ്ലിംഗ് ഓഫ് സെൻറ്റൻസസ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ സ്ഥിരമായി ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ, അത് നിങ്ങളിപ്പോൾ ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഏത് എക്സാം എഴുതുമ്പോഴും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പാറ്റേൺ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുക. കാരണം SSC എക്സാമിനേഷൻസ് നടത്തുന്നത് ഒരു പാറ്റേണിലായിരിക്കും, PSC നടത്തുന്നത് PSCയുടെ പാറ്റേൺ ആയിരിക്കും, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷൻ നടത്തുന്നത് ഹൈക്കോർട്ട് ഡയറക്റ്റ് ആയിട്ടാണ്. ഹൈക്കോർട്ട് എപ്പോഴും ഒരു പാറ്റേൺസ് അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവർ ലീഗൽ വൊക്കാബുലറി, ഇപ്പോൾ നിങ്ങൾ GK തന്നെ ഇതിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രധാനമായും ചോദിക്കുന്നത് ഇന്ത്യയിൽ എത്ര ഹൈക്കോർട്ട്സ് പ്രധാനമായിട്ടും ഇന്ന ജൂറിസ്ഡിക്ഷൻസിലുണ്ട്, ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട പാറ്റേൺസ്, ഇതൊക്കെയാണ് അവർക്ക് GK വരുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പാറ്റേൺസ് കൂടുതൽ ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടായിരിക്കും. അപ്പോൾ നോർമൽ എക്സാമിനേഷനേക്കാൾ നമ്മൾ എഴുതുന്ന എക്സാം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എക്സാം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എക്സാമിനേഷനിൽ ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ തവണ നിങ്ങൾക്ക് GKയിൽ വന്ന പാറ്റേൺസിലെ ചോദ്യങ്ങളായിരുന്നു ആദ്യ ഭാഗങ്ങളിൽ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇംഗ്ലീഷ് സെഷനിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു 50 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വല്ല. അതായത് ഇഫ് യു ആർ ഗുഡ് അറ്റ് English, then you will be in high court. This is the pattern. കാരണം എന്താണ്, മൊത്തം എത്ര ക്വസ്റ്റ്യൻസ് ആണ് പാറ്റേണിൽ വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മൊത്തം നമുക്ക് പാറ്റേൺ വരുന്നത് ഇവിടെ നോക്കുക. Some clear. Since 41st, and can we go for the 40th question? Which among the following high court has the large numbers of benches? ഞാൻ പറഞ്ഞു. ഇത് GKയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. കണ്ടോ, ഏറ്റവും കൂടുതൽ ബെഞ്ചസ് ഉള്ള ഹൈക്കോർട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൊൽക്കത്ത, ഗുവാഹത്തി, ഡൽഹി, മുംബൈ ഹൈക്കോർട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ബെഞ്ചസ് ഉള്ള ജഡ്ജസ് പാറ്റേണിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഉള്ള ഹൈക്കോർട്ട് ഏതാണ്?
ഹൈക്കോർട്ടിൻ്റെ ലീഗൽ വൊക്കാബുലറി എന്ന് പറയുന്ന പാറ്റേൺ വളരെ പ്രധാനപ്പെട്ടാണ് ഇംഗ്ലീഷ് സെഷനിൽ. കാരണം നിങ്ങൾ ഇനി ജി കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജി കെ ഫാക്കൽറ്റീസ് അത് പറഞ്ഞു തരും കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ളത്. മറ്റൊരു എക്സാമിനേഷനെ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ലീഗലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ട് ലീഗൽ വൊക്കാബുലറി ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. നമുക്ക് ചോദ്യ പാറ്റേണിലേക്ക് പോകാം. ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊത്തം 100 ചോദ്യങ്ങളാണ് ആണല്ലോ. മൊത്തം 100 ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. 100 ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഇതിൽ 50 ചോദ്യങ്ങൾ എന്താണ്? ഇംഗ്ലീഷാണ്. ഇതിൽ 50 ചോദ്യങ്ങൾ ഇംഗ്ലീഷാണ്. കഴിഞ്ഞ തവണ, അതായത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കട്ട് ഓഫ് 48.5 ആയിരുന്നു. അപ്പം 50 ചോദ്യങ്ങൾ മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സെഷണൽ കട്ട് ഓഫ് ഒന്നും ഇതിനകത്ത് പാറ്റേൺ വന്നില്ല. അതായത് നിങ്ങൾക്ക് 40 മാർക്കിന്റെ ജി കെ അറിയില്ലെന്ന് വെച്ചു, ഒന്നും അറിയില്ലെന്ന് വെച്ചു. 40 മാർക്കിന് സിമ്പിൾ ആയിട്ടുള്ള ജി കെസ് ഒക്കെ അതിനകത്ത് കാണും, എപ്പോഴും കാണുമല്ലോ. എല്ലാ എക്സാംസിലും അങ്ങനെ ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും ടഫായിട്ടൊന്നും വരില്ലല്ലോ. ഒന്നും നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ചു. ഇനി 0 അവിടെ കിട്ടുന്നതെന്ന് വെച്ചു. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നാണ്. 10 മാത്സ്, 40 ജി കെ, 50 ഇംഗ്ലീഷ്. കഴിഞ്ഞ തവണ നമ്മുടെ ഒരു കുട്ടിക്ക് മാത്സിൽ 10ൽ 0 ആയിരുന്നു കിട്ടിയത്, 0. ബട്ട് നൗ ഷീസ് ഇൻ ഹൈക്കോർട്ട്. ഇപ്പോൾ ഹൈക്കോർട്ടിലാണ്. കാരണം എന്താ? മത്തിൽ നിങ്ങൾക്ക് മാത്സിന് 0 കിട്ടിക്കോട്ടെ, നോ വറീസ്. എന്താണ് കാരണം? പിന്നെ 90 ക്വസ്റ്റ്യൻസ് അവിടെ കിടപ്പുണ്ട്. കട്ട് ഓഫ് എല്ലാ ഇപ്പോഴും വരുന്നത് 40 to 50 റേഞ്ചിലായിരിക്കും. ഇതിന് മുമ്പത്തെ ടൈമിൽ എനിക്ക് തോന്നുന്നു 52 or 53 ആയിരുന്നു എന്നുള്ളതാണ് ഓർമ്മ. ബട്ട് റിമെമ്പർ ദിസ് പാറ്റേൺ. സോ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അവിടെ 50 ചോദ്യമുണ്ട്. സോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഈസ് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ശ്രീകുട്ടൻ സാറിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ പേപ്പർ ഉണ്ട്. നമ്മളുടെ ആപ്പിൽ ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്ന് യു ജസ്റ്റ് സെൻഡ് ടു ദിസ്. സോ യു ജസ്റ്റ് സെൻഡ് ടു iPlus. വി ആർ ഹിയർ ടു റിമാർക്ക് ദീസ് പാറ്റേൺസ്. വെൽ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വെൽ, ആദ്യത്തെ ചോദ്യം, a sum claimed or awarded in a compensation for loss or injury. വൊക്കാബുലറിയിലെ ഇംഗ്ലീഷ് പാർട്ടിൽ നിന്ന് തന്നെ പെർഫെക്റ്റിംഗ് ലീഗൽ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട പാറ്റേണാണ്. എ സം ക്ലെയിംഡ് ഓർ അവാർഡഡ് ഇൻ എ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഇഞ്ചുറി. നമ്മൾ കോടതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാറ്റേൺ ആണ്. എന്തെങ്കിലും ലോസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അതിന് തരുന്ന അവാർഡിന് കോമ്പൻസേഷനെ നമ്മൾ സാധാരണഗതിയിൽ ജഡ്ജസ് അവാർഡ് ചെയ്യുക എന്നാണ് പറയുന്നത് ആണല്ലോ. അല്ലെങ്കിൽ ആ സം ക്ലെയിം ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നുള്ള വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. വെൽ, അപ്പോൾ വൊക്കാബുലറി പാറ്റേണിൽ ലീഗൽ വൊക്കാബുലറിൽ നിന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ആദ്യം തന്നെ കണ്ടു. സം ക്ലെയിംഡ് ഓർ അവാർഡഡ് ഇൻ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഇഞ്ചുറി. ഡിസ്ചാർജ്, ഡീമറേജ്, ഡാമേജസ്. വാട്ട് ഈസ് ദിസ് പാറ്റേൺ? കണ്ടോ? നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഡാമേജുമായി ബന്ധപ്പെട്ട എന്തോ പാറ്റേൺ ആണ്. കണ്ടോ? കാരണം 2 ഓപ്ഷൻസ് തന്നെ ഡാമേജ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നു. സോ ദാറ്റ് ഈസ്, ഇത് നമുക്ക് എക്സാം എഴുതിയുള്ള ശീലമാണ് ആണല്ലോ. മോക്കുകൾ ചെയ്യുക. എക്സാമിനേഷന് നമുക്ക് വരുന്നിരിക്കുന്ന പാറ്റേണിൽ മോക്കുകൾ സ്ഥിരമായി ചെയ്യുക. ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ചെയ്ത് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക, നമ്മളെ തന്നെ ട്യൂൺ ചെയ്തെടുക്കുക. നിങ്ങൾ ഈ വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഏറ്റവും കരിഷ്മാറ്റിക് ജോബിലേക്കാണ് എത്തുന്നത്. ഈ വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് സമയം ഹൈക്കോടതി തന്നിട്ടുണ്ട് ആണല്ലോ. നോട്ടിഫിക്കേഷൻ തന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നത് ദിസ് ഇസ് നോട്ട് PSC. ഇത് PSC അല്ല ആണല്ലോ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇഷ്ടംമാതിരി സമയം തരാൻ ഇത് PSC അല്ല. യൂഷ്വലി 1 month 2 months ഒക്കെയാണ് തരുന്നത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ. പക്ഷേ നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾക്ക് സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ പഠനം സ്റ്റാർട്ട് ചെയ്യുക. സം ക്ലെയിംഡ് ഓർ അവാർഡ് ഇൻ കോമ്പൻസേഷൻ ഫോർ ലോസ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എറണാകുളത്ത് ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. ആൻഡ് ഓൺലൈൻ ആയിട്ടാണെങ്കിൽ iPlusൻ്റെ ഓൺലൈൻ ബാച്ചസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദാറ്റ്സ് യുവർ ഡിസ്ക്രിപ്ഷൻ. ഓൾസോ സി സം ക്ലെയിംഡ് ഓർ അവാർഡ് ഇൻ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഇഞ്ചുറി. Is it discharge or demurrage or damage or damages? The answer is damages. So this is the answer. It is damages. Damages ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഡാമേജസ് ആണ്. അതായത് ഈ പറയുന്ന കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നവരാണ് ഡാമേജസ് നൽകുക എന്നുള്ളത്. നമുക്ക് ഓരോ പാറ്റേൺ ആയിട്ട് നോക്കാം. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ചാർജ് പെറ്റീഷൻ ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. പെറ്റീഷൻ ലീഗൽ ടേംസ് എങ്കിലും വന്ന് പെറ്റീഷൻ ഡിസ്ചാർജ് ചെയ്യുക. ഓക്കെ, അതായത് തള്ളുക. പെറ്റീഷൻ ഡിസ്ചാർജ് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണാറുള്ള അല്ലെങ്കിൽ ന്യൂസിൽ കാണാറുള്ള ഈ പറയുന്ന വാദി കൊടുത്തിരുന്ന പെറ്റീഷൻ ഡിസ്ചാർജ് ചെയ്തു, ഹൈക്കോടതി ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയുന്ന പാറ്റേൺ. ഡീമറൈസ് ഡിസ്ചാർജ് ഇനി വേണ്ട, നിങ്ങൾ ലീഗൽ ടൈം കിട്ടുമോ? നിങ്ങൾക്ക് ലീഗൽ ടൈമിലാണല്ലോ വിഷമം. ഞാൻ ഡിസ്ചാർജ് വളരെ സിമ്പിളായി പറഞ്ഞുതരാം. നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ പോകുമ്പം ഡിസ്ചാർജ് ചെയ്തോ എന്ന് ചോദിക്കില്ലേ, അവിടുന്ന് വിട്ടോ എന്ന് ചോദിക്കാൻ പറയുന്ന പാറ്റേൺ ആണ്. സോ ഡിസ്ചാർജ് യു കെൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. അപ്പോൾ ഡിസ്ചാർജ് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വേർഡാണ്. സോ യു കെൻ എലിമിനേറ്റ് ദാറ്റ് പാറ്റേൺ. Demurrage. So demurrage what means what? Demurrage means
ഇറ്റ് ഈസ് ഓൾസോ എ കോമ്പൻസേഷൻ. ഡിമറേജ് ഒരു കോമ്പൻസേഷനാണ്, ലീഗലുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഡിലേ വരുന്നതിനാണ് ഡിമറേജ് കൊടുക്കുക. ഡിമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ വരും. ഒരു കാര്യം നമ്മളൊരു സാധനം അയക്കുകയാണ്, അതിന് ഡിലേ വന്നു. ഇപ്പോൾ നമ്മൾ വാഗണിൽ മീൻസ് ട്രെയിനിൽ പാഴ്സലായിട്ട് അയക്കുക, അതിൽ അല്ലെങ്കിൽ ഷിപ്പിൽ നമ്മൾ കൺസൈൻമെൻ്റ് ആയിട്ട് അയക്കുക, അതിൽ എന്തെങ്കിലും ഡിലേ വരികയാണ് എന്ന് വിചാരിക്കുക. ഡിലേ വരികയാണെങ്കിൽ എന്താണ്? ഡിമറേജ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സം ക്ലെയിംഡ് ഓർ അവാർഡഡ് ഇൻ കോമ്പൻസേഷൻ. കോമ്പൻസേഷനിൽ നമ്മൾ ഡിലേ വരുന്നതിന് നമുക്ക് കൊടുക്കുന്ന പാറ്റേൺ ആണ് എന്ത്? ഈ പറയുന്ന ഡിലേ വരുന്നതിനാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് ഫോർ ദാറ്റ്. ദിസ് ഈസ് നോട്ട്, ദേ ആർ ആസ്കിങ് അബൌട്ട് ലോസ് ഓർ ഇൻജുറി. ലോസ് ഓർ ഇൻജുറി എന്ന് പറയുന്നത് ഡാമേജ് വരുന്നതിനാണ്. നമുക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണ്, ഡാമേജ് സംഭവിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ ആണ് ഡാമേജസ്. അപ്പോൾ ഡാമേജ് വരുന്നതിന് നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ ആണ് ഡാമേജസ് എന്ന് പറയുന്ന പാറ്റേൺ. സോ യു കെൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. വെൽ, സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഡാമേജസ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ യു കെൻ ഈസിലി ഐഡന്റിഫൈ ഹൗ ടു കണക്ട് ദീസ് പാറ്റേൺ. സോ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെലിബറേറ്റ് ആൻഡ് ഇന്റൻഷണൽ ആക്ട്. ഡെലിബറേറ്റ് ആൻഡ് ഇന്റൻഷണൽ ആക്ട് കണ്ടോ? വീണ്ടും നമുക്ക് പാറ്റേൺ ഒരു ഇന്റൻഷണൽ ആക്ട് ആണ് എന്നുള്ള പാറ്റേൺ. ഇന്റൻഷണൽ ആക്ട് നമ്മൾ സാധാരണഗതിയിൽ ലീഗൽ വേർഡ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൈമിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട് അതിൽ മെൻസ്രിയ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം. മെൻസ്രിയ, വാട്ട് യു മീൻ ബൈ മെൻസ്രിയ? യു ഹാവ് എ മെൻ്റൽ ഇൻറ്റൻഷൻ. നിങ്ങൾക്കൊരു മെൻ്റൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം ആണല്ലോ. ഒരാളെ കൊല്ലണമെന്ന് നമുക്ക് മെൻ്റൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. മെൻ്റൽ ഇൻറ്റൻഷൻ, മെൻസ്രിയ. ഇനി ആക്ട് ഉണ്ടായിരിക്കണം, ഒരു പ്രവൃത്തി ഇൻറ്റൻഷൻ മാത്രം ഉണ്ടായാൽ മതിയോ? എനിക്ക് നിങ്ങളെ കൊല്ലണമെന്നൊരു ഇൻറ്റൻഷൻ ഉണ്ട്, അത് ക്രൈം ആവുമോ? അത് ക്രൈം ആവില്ല. ക്രൈം ആവുന്ന എപ്പോഴാണ്? അതിലൊരു ആക്ട് നടക്കണം ആണല്ലോ. എൻ്റെ മെൻസ്രിയ ആക്ടുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? ക്രിമിനൽ ആക്ട് നടക്കുന്നത്, ക്രൈം നടക്കുന്നത് എന്നുള്ള പ്രത്യേകത അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഡെലിബറേറ്റ് ആൻഡ് ഇൻറ്റൻഷണൽ ആക്ട്, ഒരു ഇൻറ്റൻഷണൽ ആയ ആക്ടിനെ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളത്. ദ ആൻസർ ഈസ് വിൽഫുൾ. സോ വിൽഫുൾ ആക്ട്. വില്ലെന്ന് പറഞ്ഞാൽ എന്താ? വില്ലെന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് ആ പാറ്റേൺ കിട്ടും. വില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിൽപത്രം എളുപ്പത്തിൽ ഞാൻ ചെയ്തെടുക്കാൻ പറ്റില്ലേ? വിൽപത്രം എന്ന് പറയുന്ന പാറ്റേൺ. അതായത് എൻ്റെ ഇൻറ്റൻഷനാണ്, എൻ്റെ വസ്തുക്കളെല്ലാം ഞാൻ വിൽപത്രത്തിൽ എഴുതി വെക്കുകയാണ്, എൻ്റെ അനന്തരാവകാശികൾക്ക് ഞാൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പാറ്റേൺ. വിൽഫുൾ. സോ ഇവിടെ വില്ലിങ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം പഠിക്കുമ്പം ആക്ച്വലി ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് ഫ്രം വൊക്കാബുലറി പാർട്ട്. ഇത് ക്വസ്റ്റ്യൻ വൊക്കാബുലറി പാർട്ടിൽ നിന്നാണ്. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി നമ്മൾ പഠിക്കുമ്പം യു കെൻ ചേഞ്ച് ദിസ് ഇൻ ടു 3. This is comprehension. Then you can connect that comprehension, then grammar, vocabulary. 50 മാർക്കുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന് മൂന്നിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പാറ്റേൺ ആണ്. Well, comprehension it comes from ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ്. നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സിൽ വരുന്ന ഒരു സാധനമാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമുക്ക് വരുന്ന പാറ്റേൺ ആണ് കോംപ്രിഹെൻഷൻ. നമ്മൾ സാധാരണഗതിയിൽ ഞാൻ വീണ്ടും പറഞ്ഞു, SSCയുടെ ഒക്കെ പേപ്പർ എഴുതുമ്പോൾ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ബാങ്കിങ് എക്സാമിനേഷനിലൊക്കെ കോംപ്രിഹെൻഷൻസിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അതുണ്ടാവില്ല. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ തന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതണം. ദിസ് ഈസ് എ പാറ്റേൺ. അതിനെല്ലാം നിങ്ങളെ I+ മോൾഡ് ചെയ്യും. ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട പാറ്റേണിൽ നമുക്കൊരു വെബിനാർ വരുന്നുണ്ട്. സോ യു കെൻ ജോയിൻ ഇൻ ദാറ്റ് വെബിനാർ. വെബിനാറിൽ ശ്രീകുട്ടൻ സാർ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന പാറ്റേൺ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾക്ക് കൃത്യമായി വരുന്നത്. നിങ്ങളൊരു ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് എഴുതി പഠിക്കാം എന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാ ദിവസവും, അതായത് എന്നാണോ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എക്സാം അന്ന് തന്നെ ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ്. ആദ്യം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിരിക്കും, അന്ന് ഉച്ചയ്ക്ക് തന്നെ അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് തന്നെ മീൻസ് ഒബ്ജക്റ്റീവ് എഴുതി ആകെ എനിക്കൊന്നും 1 മിനിറ്റ് പോലും കിട്ടില്ല, അപ്പോൾ തന്നെ ഒരു പേപ്പേഴ്സ് തരും, അപ്പോൾ തന്നെ പാറ്റേൺ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ വരും എന്നുള്ള കാര്യം ഓർക്കുക. വെൽ, സോ ദിസ് ഈസ് ദ പാറ്റേൺ. സോ കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ഗ്രാമർ. എന്തിനാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് പഠിച്ചത്? വില്ലിങ് ഞാൻ എടുത്ത് കളയാണ്. സോ വില്ലിങ് ആക്ട് എന്ന് നമ്മൾ പറയും. വില്ലിങ് ആക്ട് ക്യാൻ ബി സേ ലൈക്ക് ദാറ്റ്. വില്ലിങ് ആക്ട് എന്ന് പറയുമോ? ഇല്ല. ബിക്കോസ് വില്ലിങ് എന്ന് പറഞ്ഞാൽ ഒരു വേർബാണ്. ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്. നൗണിൻ്റെ മുൻപിലായിട്ട് വരുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ ഗ്രാമറിൽ പഠിക്കുന്ന സാധനം കണ്ടോ. ഇതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗ്രാമർ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വൊക്കാബുലറിയിൽ നിന്ന് എങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ എഴുതാം. ദിസ് ഈസ് ദ പാറ്റേൺ. ഗ്രാമർ പഠിക്കുന്നത് കൊണ്ട് വൊക്കാബുലറിയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതാം എന്നുള്ള പാറ്റേണാണ് നമ്മൾ നോക്കിയത്. അപ്പം ഒരു പ്രവൃത്തിയാണ് നമ്മൾ ആക്ട് എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ പറഞ്ഞു. ആക്ട് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പാറ്റേൺ,
അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന പാറ്റേണെയാണ് എന്ത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് വിൽഫുൾ. ഹിയർ ഇറ്റ് ഈസ് കംസ് ഫ്രം ദ അഡ്ജക്റ്റീവ്. സോ വിൽഫുൾ ആക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. വിൽഫുൾ ആക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എ ഡെലിബറേറ്റ് ആൻഡ് ഇൻറ്റൻഷണൽ ആക്ട്, ഒരു ഇൻറ്റൻഷണൽ ആക്ട്. വൈൽഡ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. I want to teach that what is wild. See, wild animal നമ്മൾ LKG പഠിക്കുന്ന പാറ്റേൺ ആണ്. സംതിങ് ദാറ്റ് വാസ് വൈൽഡ്. സോ മൃഗീയമായ പാറ്റേൺ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റാണ് വൈൽഡ്. സോ വാട്ട് ഈസ് വൈൽഡ്? വൈൽഡ് ഈസ് അനദർ വേർഡ്. വാട്ട് യു മീൻ ബൈ വൈൽഡ്? വൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാഡ് എന്നാണ്. വൈൽഡ് വേർഡ്സ്, ബാഡ് വേർഡ്സ് ആണല്ലോ. ബാഡ് എന്ന് പറയുന്ന പാറ്റേൺ ആണ് വൈൽഡ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. വെൽ, സോ യു കൻ ഈസിലി കണക്ട് ദാറ്റ് ദ ആൻസർ ഈസ് വിൽഫുൾ. സോ വിൽഫുൾ ആക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. വിൽഫുൾ ആക്ട്. സോ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person who instigates or encourages or helps another person in a criminal activity. See, pakka legal vocabulary question. Pakka legal vocabulary question from the pattern. I told you that in your high court examination, legal vocabulary is very, very, very important. Well, so ഇത് കഴിഞ്ഞ വർഷം നടന്ന, that means in 2024 അവസാനമായിട്ട് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിനേഷൻ തന്നെ. 2024 നടന്ന ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ PYQ ആണ്. യു ക്യാൻ ഡൗൺലോഡ് ദിസ് ഫ്രം ഹൈക്കോർട്ട് വെബ്സൈറ്റ്. ഹൈക്കോർട്ട് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ലീഗൽ വൊക്കാബുലറി പഠിക്കാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ലീഗൽ വൊക്കാബുലറി ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും. എ പേഴ്സൺ ഹു ഇൻസ്റ്റിഗേറ്റ്സ്, എൻകറേജസ് ഓർ ഹെൽപ്സ് അനദർ പേഴ്സൺ ഇൻ എ ക്രിമിനൽ ആക്ടിവിറ്റി. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന, സഹായിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും എന്ന് പറയുന്ന പാറ്റേൺ നിങ്ങൾ തന്നെ പറ. എന്താ വിളിക്കുന്നത്? നമ്മൾ അബറ്റർ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അബറ്റർ. സീ ദ പാറ്റേൺ. അബറ്റർ ആണല്ലോ. അബറ്റർ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണല്ലോ. എ പേഴ്സൺ ഹു ഇൻസ്റ്റിഗേറ്റ് ഓർ എൻകറേജ് ഓർ ഹെൽപ്പ്. എങ്ങനെ നമ്മൾ പഠിക്കും? സി, നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ കുഴിയിൽ ചാടിക്കുന്ന ആരാ? കുഴിയിൽ ചാടിക്കുന്ന ആൾക്കാർ നമ്മളുടെ കൂട്ടുകാരാണ്. നമ്മളെ സഹായിക്കുന്നവരും അവർ തന്നെയാണ് ആണല്ലോ. കുഴിയിൽ ചാടിച്ച്, അതായത് ഇങ്ങനെ ഓർത്താൽ മതി, നമ്മളൊരു ക്രൈം ചെയ്യാൻ പോകുമ്പോൾ പറയും നിന്നെ കൊണ്ടത് പറ്റത്തില്ല, ഞാൻ ബെറ്റ് വെക്കാം എന്ന് പറയുകയാണെന്ന് ഓർക്കുക. ഓർത്തിരിക്കാനാണല്ലോ വേണ്ടേ. കാരണം നിങ്ങളൊന്ന് ഓപ്ഷൻ നോക്കിയേ. ബാറ്ററിൻ്റെ ഓപ്ഷൻസ് എ ബാറ്റർ, എ ബാറ്റർ, എ സിസ്റ്റർ. കണ്ടോ എങ്ങനെ ഓർക്കുക? അപ്പോൾ ബെറ്റ് യു കൻ ഈസിലി കണക്റ്റഡ് ഫ്രം ദ പാറ്റേൺ ബെറ്റ്. സീ ദ പാറ്റേൺ ബട്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് ബെറ്റ് വെക്കാം, നിനക്കത് പറ്റില്ല, ഞാൻ സഹായിക്കൊക്കെ ചെയ്യാം, നിനക്കത് പറ്റില്ല, ഞാൻ ബെറ്റ് വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. സോ ബെറ്റ് സീ കം ഫ്രം ദ ബാറ്റ്. ബെറ്റ് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യാണ്. ബെറ്റ് വെക്കുന്നത് എന്തിനാ? നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. നിന്നെ കൊണ്ട് പറ്റാം, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞാൽ ബെറ്റ് വെച്ച് ചെയ്യിക്കുകയാണ്. വേണ്ടാന്ന് വെച്ചിരുന്ന ആൾ നമ്മളെ വാശി കെട്ടി ചെയ്യിക്കുകയാണ്, എൻകറേജ് ചെയ്തിട്ട് ഒരു ക്രൈം ആക്ട് ചെയ്യിക്കുകയാണ്. സോ ഫ്രം ദാറ്റ് യു കൺ കണക്ട് ദാറ്റ് ബെറ്റർ എന്ന് പറയുന്ന വേർഡ്, ബെറ്റ് എന്ന് പറയുന്ന പാറ്റേൺ. വെൽ, യു കൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. ഇനി എന്താണ് അബൈറ്റർ എന്ന് പറഞ്ഞാൽ? സി, അബൈറ്റർ, വോട്ട് യു മീൻ ബൈ അബൈറ്റർ എന്ന് പറയുന്ന പാറ്റേണിൽ നമുക്ക് നോക്കാം. അബൈറ്റർ മീൻസ് വോട്ട്? സി, റെഡ്യൂസ് സംതിങ് ഓർ ഡിമിനിഷ് സംതിങ്. എന്തെങ്കിലും സാധനം കുറയ്ക്കുന്നതിന്, ഡിമിനിഷ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബൈറ്റർ എന്ന് പറയുന്ന പാറ്റേൺ. സോ അബൈറ്റർ മീൻസ് വോട്ട്? ഡിമിനിഷ് ചെയ്യുക, അത് കുറയ്ക്കുകയാണ് എന്നുള്ള കാര്യം ഓർക്കുക ആണല്ലോ. ബാറ്റ് തേഞ്ഞു പോയി എന്ന് ഓർത്താൽ മതി. സി, ഡിമിനിഷ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ബാറ്റില്ല, നമ്മൾ ക്രിക്കറ്റ് ബാറ്റ്. സോ ക്രിക്കറ്റ് ബാറ്റ് തേഞ്ഞു പോയി എന്ന് ഓർത്താൽ മതി, ബാറ്റർ ആണല്ലോ. അല്ലെങ്കിൽ ബാറ്ററി തീർന്നു പോയി, ബാറ്റർ. ഫ്രം ദ ഓൾസോ യു ക്യാൻ പാറ്റേൺ. വെൽ, സി, ബാറ്ററി തേഞ്ഞു പോയി, റെഡ്യൂസ് ചെയ്തു പോയി, ഡിമിനിഷ് ചെയ്ത് പോയി. So you can easily connect that word turn. Well, so this word is like that. Well, a batter. There again comes the word, another word, a batter. This is നമ്മൾ സ്ലോട്ടർ ഹൗസ് എന്നൊക്കെ വിളിക്കില്ലേ? സ്ലോട്ടർ ഹൗസ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന പാറ്റേൺ ഈ അബാറ്റർ എന്ന് പറയുന്ന വേർഡ്. സി, അബാറ്റർ മീൻസ് സ്ലോട്ടർ ഹൗസ്, അതായത് കന്നുകാലികളെ കൊല്ലുന്ന സ്ഥലം. This is abattoir എന്ന് പറയുന്ന വേർഡ്. And comes the assister. This you know that word, assistant. A person who assists. ഇപ്പോൾ അസിസ്റ്റന്റ് ക്യാമറാമാൻ എന്ന് പറയുന്ന പാറ്റേൺ. അസിസ്റ്റ് ചെയ്യുന്ന ആളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന അസിസ്റ്റന്റ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് entirely different. It is instigates, not helping, encourage and you. നിങ്ങളെ എൻകറേജ് ചെയ്യാണ്, ക്രൈം ചെയ്യാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെറ്റർ ആണ്. ബെറ്റ് മാത്രം ഓർത്താൽ മതി, പിന്നെ നിങ്ങൾക്ക് തെറ്റത്തില്ല. അപ്പോൾ ബെറ്റ് മാത്രം ഓർത്താൽ യു നെവർ എവർ ഫർഗെറ്റ് ദിസ് വേർഡ്. സോ യു കൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. Well, we are discussing about ശശി തരൂരിൻ്റെ സ്ഥിരം വാക്ക്. ശശി ആ എക്സാമിനേഷന് ഈ ക്വസ്റ്റ്യൻ വരാൻ കാരണം ശശി തരൂർ അത് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് റീൽസിലൊക്കെ ഭയങ്കര റീച്ച് ഉണ്ടായിരുന്ന ഒരു വേർഡായിരുന്നു. വെൽ, അതുകൊണ്ടാണ് ആ വേർഡ് എക്സാമിനേഷൻ ചോദിച്ചത്.
അപ്പം വൊക്കാബുലറി പാറ്റേണിൽ നമുക്ക് കറണ്ട് സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട പാറ്റേൺ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. സോ ദിസ് ക്വസ്റ്റ്യൻ ദേ ആസ് ഇൻ ദാറ്റ് ഈസ് Floccinaucinifilipiclations, like somewhat like that. So it's Shashi Tharoor says that like Floccinaucinifilipiclation. So this is what it means. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആൻസർ ചെയ്താൽ പറയും. പ്രൊനൗൺസിയേഷൻ നോക്കി വേർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നില്ലല്ലോ. സോ ഹൗ ക്യാൻ വി കണക്ട് ദാറ്റ് പാറ്റേൺ ഓർ ഹൗ ക്യാൻ വി സ്റ്റഡി ദാറ്റ് പാറ്റേൺ? ആ വേർഡ് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? വാട്ട് ഇറ്റ് മീൻസ്? ഇറ്റ് മീൻസ് ദാറ്റ് ഡിസയേഴ്സ് ഓഫ് ചേഞ്ച് ഓഫ് ആൾട്രേഷൻസ്. നോ, സി ആൾട്രേഷൻ മീൻസ് വാട്ട്? ആൾട്രേഷൻ മീൻസ് നമ്മൾ ബൈക്ക് അൾട്ടർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണഗതിയിലെ MVDയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പാറ്റേണിൽ കണ്ടാണ് ബൈക്ക് അൾട്ടർ ചെയ്യാനുള്ള ചാൻസ് UDF ഗവൺമെൻറ് തരുമെന്നൊക്കെ പറഞ്ഞു. ആൾട്രേഷൻ, ചേഞ്ച് സംതിങ്, ചേഞ്ച് വരുത്തുന്നതിനെ നമ്മൾ വിളിക്കുന്നവരാണ് അൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വേർഡ്സിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അമെൻമെൻറ്റ് എന്ന് പറയും. അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ അമെൻഡ് ചെയ്തു എന്ന് പറയും. ദീസ് ഓൾ ആർ സിനോണിം വേർഡ്സ്. അമെൻമെൻറ്റ് മീൻസ് ആഡിങ് സംതിങ് ഓർ സബ്സ്ട്രാക്ടിങ് സംതിങ്. ആർട്ടിക്കിൾസ് ആഡ് ചെയ്യുന്നതിന് അല്ലെ സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് വോട്ട് ദിസ് അമെൻമെൻറ്റ് എന്ന് പറയുന്ന പാറ്റേൺ. സോ അമെൻഡിങ് സംതിങ് മീൻസ് ആഡിങ് ഓർ ദിസ് സബ്സ്ട്രാക്ടിങ് സംതിങ് ആണ് പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡിസയറസ് of changes or alterations. So it doesn't mean that Floccinaucinifilipiclation, that word is not like that. That exact meaning it is estimation of something as worthless. See, ഒരു കാര്യത്തെ നമ്മൾ നിസാരമായി കാണുന്നതിനെ വിളിക്കുന്ന വേർഡാണ്. ഒരു കാര്യത്തെ നിസാരമായി വിളിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന വേർഡാണ് എന്ത്? ശശി തരൂർ യൂസ് ചെയ്ത Floccinaucinifilipiclation എന്ന് പറയുന്ന വേർഡ്. സോ എങ്ങനെ ഓർക്കും? സി ഫ്ലോ മീൻസ് സംതിങ് ദാറ്റ് സി വാട്ട് നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി കാണുന്ന ഒന്നാണ് ആണല്ലോ. വെള്ളം നമ്മൾ വളരെ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. വെള്ളത്തിൻ്റെ വില നമ്മൾ സത്യത്തിൽ നമ്മൾ മലയാളികൾ വലിയ വിലയൊന്നും കൊടുക്കാറില്ല. ആഫ്രിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വാല്യൂ എന്താണ്. സോ നമ്മൾ ഫ്ലോ ചെയ്ത് ഇങ്ങനെ വെറുതെ വെള്ളം ഇങ്ങനെ ഒലിച്ച് കളയുകയാണ്. വെറുതെ നമ്മൾ ഫ്ലോ ചെയ്യാൻ ഇങ്ങനെ വിടുകയാണ്. ഫൗണ്ടനിലൊക്കെ അങ്ങനെ ഫ്ലോ ചെയ്തു. സോ ഫ്ലോ ഫ്രം ദാറ്റ് യു കൻ ഈസിലി കണക്ട് ദാറ്റ് ഫ്ലോ ഇസ് സംതിങ് ദാറ്റ് ഒരു വിലയും കൊടുക്കാതെ വർത്ത്ലെസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പാറ്റേൺ. സോ യു കൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. ഫോണ്ട് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് സീനറി, ഇറ്റ് ഡസൻറ്റ് റിലേറ്റഡ് വിത്ത് ദിസ് ഫോറസ്റ്റ്. ഫോണ്ട് ഓഫ്, വാട്ട് ഡു യു മീൻ ബൈ ഫോണ്ട് ഓഫ്? ദ വേർഡ് ഫോണ്ട് ഓഫ്, സി ഫോണ്ട് ഓഫ് മീൻസ് സംതിങ് വി ലൈക്ക് ദാറ്റ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ പറയുന്നത് ഐ എം ഫോണ്ട് ഓഫ് പ്ലേയിങ് വയലിൻ. See, if you want to say when you go for this what interviews for high court assessment examination, we provide that interview sessions also. Well, high court assessment interview session will say when the judge may ask you that tell me something about you, so you can say that instead of saying that my hobby is playing cricket, my hobby is playing cricket എന്നൊക്കെ പറയുന്നതിനൊക്കെ പകരം you can say that I'm fond of playing cricket. So this is the pattern font of. So this is a fixed preposition also, that also as in your examination ചോദിക്കുന്ന ഒരു ഫിക്സഡ് പ്രിപ്പോസിഷൻ പാറ്റേൺ കൂടിയാണ് ഫോണ്ട് ഓഫ്. നമുക്കൊരു കാര്യം ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോണ്ട് ഓഫ്. സംതിങ് ദാറ്റ് വി ലൈക്ക്, വി ലവ്, നമുക്കൊരു കാര്യം ഇഷ്ടമാണ് എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ് ഫോണ്ട് ഓഫ്. സോ ഗോ അഗെയിൻസ്റ്റ് പ്രിവെയിലിംഗ് ഒപ്പീനിയൻ ഓർ തോട്ട്. സി ദാറ്റ് മീൻസ് ഒരു കാര്യത്തിന് എതിരായി നമ്മൾ യൂസ് ചെയ്യുക. ഗോ അഗെയിൻസ്റ്റ് പ്രിവെയിലിംഗ് ഒപ്പീനിയൻ, ഒരു ഒപ്പീനിയൻ എതിരായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. No, it doesn't work. No. Well, so the answer is this estimation of something as worthless. Well, so go for the next question. The word used in plural form among the following. This is also very, very important. So this also they ask in your examination regarding what? Plural forms. നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ കാണുമ്പം പ്ലൂറൽ ആണെന്ന് തോന്നില്ല ദ പാറ്റേൺ. അതായത് ഇതിനകത്ത് പ്ലൂറൽ ഫോമിൽ ചോദിച്ചിരിക്കുന്ന വേർഡ് എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറി സ്ഥിരമായി ചോദിക്കുന്നതാണ്. PSCയും SSCയും എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ് ഈ പാറ്റേൺ എന്നുള്ള കാര്യമൊക്കെ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എക്സാമിനേഷൻ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യ പാറ്റേണിലെ വേർഡുകളാണ്. നമുക്ക് ആ വേർഡ്സ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. വെൽ, സോ ഇതിൽ പ്ലൂറൽ ഫോം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ് എന്നുള്ള കാര്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്തെ പ്ലൂറൽ ഫോം വേർഡ് ഇറ്റ് ഇസ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ മാത്രമാണ് ഇതിൽ പ്ലൂറലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്ലൂറലായിട്ട് പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ മാത്രമാണ്. ബാക്കിയെല്ലാം സിംഗുലറാണ്. ബാക്കിയെല്ലാം സിംഗുലറാണ്. ദിസ് 3 വേർഡ്സ് ആർ സിംഗുലേഴ്സ്. ഇതെല്ലാം സിംഗുലറായ വേർഡാണ്. ക്രൈറ്റീരിയ മാത്രമാണ് പ്ലൂറൽ. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? സി, നിങ്ങൾ നോക്കുക, അതിലെ ചതി നോക്കിക്കേ. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ
ഓ എസ്സിൽ അവസാനിക്കുക. നമ്മൾ മറ്റേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ബോയ് ബോയ്സ് ആണല്ലോ, കാർ കാർസ്. അപ്പോൾ ഇതായിരിക്കും ആ അലുമിനസ് എസ്സിൽ അവസാനിക്കുക. ചിലപ്പോൾ അതായിരിക്കും പ്ലൂറൽ. എന്തായാലും ക്രൈറ്റീരിയ അല്ല. കാരണം ക്രൈറ്റീരിയാസ് എന്ന് ഞാൻ പറഞ്ഞ് സാധാരണഗതി ഉപയോഗിക്കുന്ന വേർഡാണ് ക്രൈറ്റീരിയാസ്. ഇങ്ങനെ വേർഡുണ്ടോ ഇംഗ്ലീഷിൽ? ഇങ്ങനെ വേർഡ് ഇംഗ്ലീഷിലില്ല. നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിൽ പറഞ്ഞു തെറ്റിക്കുന്ന ഒരു വേർഡാണ് ക്രൈറ്റീരിയാസ് എന്നൊക്കെ പറയുന്ന. അങ്ങനെ വേർഡൊന്നും ഇംഗ്ലീഷിലില്ല. ക്രൈറ്റീരിയ ഇസ് ദ പ്ലൂറൽ. എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് ആണ് എന്നുള്ളത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞ പാടാണ് ഞാൻ പറഞ്ഞത്. സോ ദർ ഇസ് നോ സച്ച് വേർഡ് ഇൻ ഇംഗ്ലീഷ്. ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞ വേർഡ് ഇംഗ്ലീഷിലല്ല, ക്രൈറ്റീരിയ ആണ് പ്ലൂറൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ സിംഗുലർ എന്താണ്? വാട്ട് ഈസ് ദ സിംഗുലർ ഓഫ് ദിസ് പാറ്റേൺ? സി ആക്ച്വലി ഇറ്റ് ഈസ് ക്രൈറ്റീരിയൻ. ക്രൈറ്റീരിയൻ ആണ് എന്ത്? സിംഗുലർ എന്ന് പറയുന്ന പാറ്റേൺ. നമ്മൾ കേട്ടാൽ ഒരിക്കലും നമുക്ക് തോന്നത്തില്ല ക്രൈറ്റീരിയൻ സിംഗുലർ ആണെന്ന്. ബട്ട് റിമെമ്പർ ദാറ്റ് ക്രൈറ്റീരിയൻ ആണ് സിംഗുലർ. ഇത് പഠിക്കണം, എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന പാറ്റേൺ ആണ്. ക്രൈറ്റീരിയൻ ആണ് സിംഗുലർ ആയിട്ടുള്ള പാറ്റേൺ ആൻഡ് ക്രൈറ്റീരിയ ഇറ്റ് ഈസ് പ്ലൂറൽ. അപ്പോൾ അലുമിനസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്ത് ഈ അലുമിനസ് എന്താ? സി അവൻ ആ കോളേജിലെ അലൂമിനിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സി അലൂമിനിയാണ്. സോ അവൻ ആ കോളേജിലെ അലൂമിനസ് ആണ്. അലൂമിനി മീൻസ് ആരാണ്? ഇതിൻ്റെ പ്ലൂറലാണ്. അലൂമിനസിൻ്റെ പ്ലൂറലാണ് അലുമിനി എന്ന് പറയുന്ന പാറ്റേൺ. അലുമിനി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാറുണ്ട് ആണല്ലോ, കോളേജ് അലൂമിനി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പാറ്റേൺ. സോ അലൂമിനസ് മീൻസ് ഇറ്റ് ഇസ് സിംഗുലർ. സോ അലൂമിനിയാണ് അതിൻ്റെ എന്ത് പറയുന്ന പാറ്റേൺ? പ്ലൂറൽ എന്ന് പറയുന്ന പാറ്റേൺ അലൂമിനിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. വെൽ സി that we already said that analysis it is also singular pattern വരുന്നത്. അനാലിസിസ് നമ്മളുടെ സിംഗുലർ ആയിട്ടുള്ള പാറ്റേൺ വരുന്ന പാറ്റേൺ ആണ് അനാലിസിസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടം ദിസ് ഈസ് ഓൾസോ എ സിംഗുലർ. നമ്മൾ എന്ത് സ്റ്റാർട്ടം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു സാധനത്തിൻ്റെ ബേസിക് പാറ്റേൺ ആണ്, അതിൻ്റെ തുടക്കമാണ് എന്നൊക്കെ പറയുന്ന പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്റ്റാർട്ടം എന്ന് പറയുന്ന പാറ്റേൺ. ഇതിൻ്റെ പാറ്റേൺ സ്റ്റാർട്ടാ. ദിസ് ഈസ് ദ plural pattern if you want to use this plural. So that we already said that these all are singular words. ഇതെല്ലാം സിംഗുലർ വേർഡ്സ് ആണെന്ന് പറഞ്ഞു. സ്റ്റാർട്ടേ ആണ് അവിടുത്തെ നമ്മളുടെ പ്ലൂറൽ വേർഡ്സ് എന്ന് പറയുന്ന പാറ്റേണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെൽ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായും നോക്കിയ പാറ്റേണുകൾ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ വൊക്കാബുലറി പാറ്റേൺസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഇവിടെ ചെയ്തത്. ഇവിടെ ഒരു ചോദ്യം വൊക്കാബുലറിയിൽ നിന്ന് വന്നു. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഫ്രം വൊക്കാബുലറി ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഓൾസോ ഫ്രം എ വൊക്കാബുലറി ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഓൾസോ എ വൊക്കാബുലറി ക്വസ്റ്റ്യൻ. സോ ദിസ് ഈസ് ഓൾസോ എ വൊക്കാബുലറി ക്വസ്റ്റ്യൻ. സോ 50 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ നമ്മൾ ആദ്യത്തെ സെഷനിൽ ചെയ്തു. 50 ചോദ്യങ്ങളിലെ 5 ചോദ്യം ആണല്ലോ. എത്ര ശതമാനമായി? 50 ചോദ്യങ്ങളിൽ 5 ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% തന്നെ വൊക്കാബുലറി പാർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു. 10%. 50 ചോദ്യത്തിൽ 5 ചോദ്യം വൊക്കാബുലറി പാർട്ട്. നൗ നിങ്ങൾ പറയൂ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് വൊക്കാബുലറിയിൽ നിന്ന്. അതിൽ തന്നെ ലീഗൽ വൊക്കാബുലറി നോക്കുക. ദാ ഇവിടെ കിടക്കുന്നു. ഇവിടെ പാറ്റേണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ലീഗൽ വൊക്കാബുലറിയുടെ പ്രത്യേകത നോക്കുക. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ലീഗൽ വൊക്കാബുലറി. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ലീഗൽ വൊക്കാബുലറി എങ്ങനെ വരും? സോറി, നോട്ട് ലീഗൽ വൊക്കാബുലറി, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി. നിങ്ങൾ ചിന്തിക്കായിരിക്കും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വൊക്കാബുലറി വരുന്നത്? സി കറണ്ട് അഫയേഴ്സ് ആക്ച്വലി ശശി തരൂർ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വേർഡായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ വേർഡ് ആ ടൈമിൽ. അത് 2020 നാളെ ഈ എക്സാമിന് ഇനി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്താ, 2024 ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എക്സാമിനേഷൻ തോന്നും. അതായത് ഹൈക്കോടതി അസിസ്റ്റന്റ് പോലൊരു എക്സാമിനേഷൻ എഴുതുന്നൊരു കുട്ടി ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ വൊക്കാബുലറി വേർഡ്സിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. ചില കുട്ടികൾ എൻ്റെ സ്പെല്ലൊക്കെ പഠിച്ചിട്ട് പോയി ചോദിക്കുമെന്ന് ഇൻറ്റൻഷനിൽ, പക്ഷേ ആ വേർഡിൻ്റെ മീൻ എന്താണെന്ന് പഠിച്ചു പോയില്ല. ദേ ആർ ദ മീനിങ്. സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വൊക്കാബുലറി ഇൻ ദിസ് സെഷൻ. സോ ഐ ഡു റിപ്പീറ്റ് ദിസ് വേർഡ് സംതിങ് ദാറ്റ് സി ഇഫ് യു ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ യു വിൽ ബി ഇൻ ഹൈക്കോർട്ട്. ബാക്കി ഒന്നും നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ഹൈക്കോർട്ടിൽ കിട്ടും. കാരണം 100 മാർക്കിൽ 50 മാർക്കും ഇംഗ്ലീഷാണ്. കട്ട് ഓഫ് 48.5 മാർക്കാണ്. ബാക്കി സബ്ജക്റ്റ് ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ കിട്ടും. ബാക്കി സബ്ജക്റ്റ് GK മൊത്തത്തിൽ 40 മാർക്ക്, മാത്സ് മൊത്തത്തിൽ 10 മാർക്ക്. വേറൊരു പാറ്റേൺ വരിക. സോ PSC പോലെയോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലെയോ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഹൈക്കോർട്ട് കിട്ടില്ല. സോ ഡു പ്രാക്ടീസ് I+ൻ്റെ കൂടെ നിങ്ങൾ വരിക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഓഫ്ലൈൻ സെഷൻസും ഉണ്ട്, ഓൺലൈൻ സെഷൻസും ഉണ്ട്. ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.